ബൽറാം, ഭീകരരെ കണ്ടെത്താനുള്ള തെരച്ചിൽ അത് ഇങ്ങനെ തുടരുകയാണ്. അവരെ വളഞ്ഞിട്ടുണ്ട്. അവരുടെ ഏതാനും അടുത്ത് സേനാ വിഭാഗങ്ങൾ എത്തിയിട്ടുണ്ട്. ജീവനോടെ പിടികൂടണം എന്ന് ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം സേനാ വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം നൽകി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്താണ് ശ്രീനഗറിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ബൽറാം, കേൾക്കാമെങ്കിൽ ശ്രീനഗറിൽ നിന്ന് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭീകരരെ ജീവനോടെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നായിരുന്നുവല്ലോ നേരത്തെ നൽകിയ റിപ്പോർട്ടുകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നത്. അത് എങ്ങനെ പുരോഗമിക്കുന്നു? അതിൽ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാങ്കേതികമായി തന്നെ ഇപ്പോൾ കഴിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. സൈനിക നടപടികളൊക്കെ സംബന്ധിച്ച് സ്ഥിരീകരിച്ച ഔദ്യോഗികമായി നൽകാവുന്ന സർക്കാർ നൽകുന്ന വിവരങ്ങൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക. എന്താണ് ശ്രീനഗറിൽ ഇന്ന് സംഭവിച്ചത് ബൽറാം? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് പഹൽഗാമിലാണ്. പഹൽഗാമിൽ ഇപ്പോഴും NIA സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുകൾ, വിവിധ ആളുകളുടെ മൊഴിയെടുക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത്. അതേസമയം വനമേഖലയിൽ ഇപ്പോഴും ഭീകരർക്ക് വേണ്ടി ഊർജിതമായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് വിവരം. ഈ കഴിഞ്ഞ 8 ദിവസത്തിനിടെ 5 തവണയാണ് ഭീകരരും സുരക്ഷാ സേനയും തൊട്ടടുത്ത് എത്തുന്ന സാഹചര്യമുണ്ടായത്. അതിൽ 2 തവണ ഏറ്റുമുട്ടൽ ഉണ്ടായി. രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ കുൽഗാം മേഖലയിൽ വെച്ചായിരുന്നു ആദ്യ തവണ ഏറ്റുമുട്ടൽ ഉണ്ടായത് എങ്കിൽ കഴിഞ്ഞ ദിവസവും ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു. അത് ഈ പെഹൽഗാമിൽ നിന്നും ഏതാണ്ട് 40 കിലോമീറ്ററോളം അകലെ വെച്ചാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായ വനമേഖല എന്ന വിവരം മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ കഴിയൂ. കാരണം ഈ ഭീകരർ ഇപ്പോഴും മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ആസൂത്രിതമായി ഇവർക്ക് സഹായമെത്തുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ മുൻ നിശ്ചയിച്ച ഒരു വഴിയിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് എന്നാണ് സുരക്ഷാ സേനയുടെ നിഗമനം. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ, സുരക്ഷാ സേനയുടെ ഇടപെടൽ ഉണ്ടായതും ഈ ഭീകരരുമായി തൊട്ടടുത്തെത്തുകയും ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ അത് ഏത് മേഖലയിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇതുവരെയും സുരക്ഷാ സേന വെളിപ്പെടുത്തിയിട്ടില്ല. അത് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ വ്യക്തമാകുന്ന കാരണമാകും എന്നതുകൊണ്ട് തന്നെയാണ് അക്കാര്യം ഇതുവരെയും വെളിപ്പെടുത്താത്തത്. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ നടപടികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല എങ്കിലും ഭീകരരെ എത്രയും വേഗം ജീവനോടെ തന്നെ പിടികൂടുക എന്നുള്ളതിനാണ് ആദ്യ പരിഗണന. എന്നാൽ ഭീകരരാകട്ടെ വളരെ ആസൂത്രിതമായി കൃത്യമായി തന്നെ പരിശീലനം സിദ്ധിച്ച ഭീകരവാദികളാണ് എന്നതുകൊണ്ട് തന്നെ അവർ ഇത്രയും ദിവസം ഈ വനമേഖലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ അവർക്ക് പ്രാദേശികമായ സഹായം നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്നും കൂടുതലായി തന്നെ പ്രാദേശികമായ സഹായം ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ അടക്കം ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ ഇവിടെ ഭീകരവാദ റിക്രൂട്ടിംഗ് നടത്തുകയും ആളുകളെ കൃത്യമായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ ഭീകരർ എത്തി ഈ ആക്രമണ പദ്ധതി നടപ്പാക്കുന്നതും തുടർന്നുള്ള നടപടികളിലെല്ലാം തന്നെ ഇക്കാര്യങ്ങളിലും നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭീകരവാദ ബന്ധം ഉള്ള ആളുകളെ കൂടുതലായി കണ്ടെത്തുന്നു. അവരെ ചോദ്യം ചെയ്യാനായി അവരുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള നടപടികൾ ഇതോടൊപ്പം തന്നെ പുരോഗമിക്കുന്നു എന്നാണ് ഏജൻസികൾ നൽകുന്ന വിശദീകരണം. വിജയകുമാർ. ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ NIA-യുടെ പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട്. NIA ആണ് ഈ കേസിൽ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ NIA-ക്ക് ഇതിനോടകം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ജീവനോടെ പിടികൂടണം, ലോകത്തിന് മുന്നിൽ പാക് ഭീകരരെ അവതരിപ്പിക്കുക എന്നതുകൂടി ഇത്തവണത്തെ ഈ ഓപ്പറേഷന്റെ ഒരു ലക്ഷ്യമാണെന്ന് തോന്നുന്നു. ആ നിലയിലുള്ള നടപടികളാണ് സുരക്ഷാ സേനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.